ഹനാൻ ഷാൻ്റെ ന്യൂ ഇയർ പ്രോഗ്രാം കുളമാക്കാൻ വേണ്ടി വന്നിട്ടുള്ള കുറച്ച് ആളുകളെക്കുറിച്ചാണ് കേസ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ ഹനാൻ ഷാ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം മുമ്പ്. അപ്പോൾ ഹനാൻ ഷാ ന്യൂ ഇയർ പ്രോഗ്രാം അതിൻ്റെ കോർഡിനേഷനിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ കോഴിക്കോടുള്ള പരിപാടി മുടക്കാൻ വേണ്ടി വന്ന ആളുകളെക്കുറിച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. നിങ്ങൾ എത്ര പേരാ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. സംഗതി ഇപ്പോൾ കൊച്ചിയിൽ ന്യൂ ഇയറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുള്ള പല പരിപാടികളും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ട് അവിടെ ഹനാൻ്റെ പരിപാടി കോഴിക്കോട് നടന്ന്. അപ്പോൾ അങ്ങനെ അവസാന നിമിഷത്തിൽ, അതായത് ടിക്കറ്റുകളൊക്കെ സെയിലായി പോയതിന് ശേഷം വൈഡായിട്ടുള്ള പബ്ലിസിറ്റിയാണ് ഹനാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹനാനും മറ്റേ മൂപ്പരും എന്താണ് എം ബി ആർ മറ്റേ മൂപ്പരും തമ്മിലുള്ള അവർ ഒരുമിച്ചുള്ള ഒരു ക്രൂ ആണ്, ടീമാണ് അവരോട് പ്രോഗ്രാം മ്യൂസിക് നൈറ്റ് സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ അവസാന സമയത്ത് വെച്ചിട്ട് ഒരു ഓർഡർ വരികയാണ്, ഈ പരിപാടി ക്യാൻസൽ ചെയ്യുകയാണ്, അതവിടെ നടത്താൻ സമ്മതിക്കില്ല. ഇനി അഥവാ അവരവിടെ നടത്തുകയാണെങ്കിൽ പോലീസ് ഇടപെടും, എന്നിട്ടത് ബ്ലോക്ക് ചെയ്യും എന്നുള്ളൊരു സംഗതി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അവസാന സമയത്ത് ഇത് ക്യാൻസൽ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ സംഭവം നടന്നു കേട്ടോ, അത് വേറെ കാര്യം എന്നുള്ളൊരു സംഗതി നോക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കേസ്. നിങ്ങളതിൻ്റെ ഏകദേശം ഒരു വിവരം അറിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ അതിൻ്റെ ഒരു ടാക്സ് ഉണ്ടല്ലോ, വിനോദ നികുതി അല്ലേ, ആ നികുതി അടച്ചിട്ടില്ല എന്ന കാരണം പറഞ്ഞിട്ടാണ്, അതേപോലെ ലൈസൻസ് ഇല്ല പരിപാടിക്ക്, ഇങ്ങനെയുള്ള കാരണങ്ങൾ നിരത്തിയിട്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്യണം എന്നുള്ളൊരു സംഗതി. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, കഴിഞ്ഞ വർഷം ഇതുപോലെ അവിടുത്തെ പരിപാടി അതേ സ്ഥലത്ത് ട്രേഡ് സെൻറ്ററിൽ അവിടെ നടന്ന പരിപാടി ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയൊക്കെ വരുന്നൊരു പരിപാടിയായിരുന്നു. മുഖ്യമന്ത്രി എന്നിട്ട് ക്യാൻസൽ ചെയ്തു, മൂപ്പരുടെ ആ വരവ് ഒക്കെ. അപ്പോൾ ഇവിടുത്തെ ഒരു അങ്ങനൊരു വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ഇടപെടലുണ്ടായിരുന്നു, പരിപാടി ഇത് നടത്താൻ പാടില്ല എന്ന രീതിയിൽ ഇക്കൊല്ലം ഉണ്ടായിരുന്നു. പക്ഷേ റീസൺ വേറൊരു രീതിയിലുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിരുന്നത് വെച്ചാൽ, ഇപ്പോൾ ചിലൊരു വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ കണ്ട കാഴ്ചകളൊക്കെ. അതായത് BJPയുടെ കൊടിയും പിടിച്ചിട്ട് അവിടെ കുറച്ച് ആളുകൾ അവിടെയുള്ള വണ്ടികളൊക്കെ തടയുന്നു, പ്രതിഷേധം നടത്തുന്നു. അപ്പോൾ എന്താ കാര്യം വെച്ചാൽ, പൊതുവേ ഇങ്ങനെ പുരോഗമനപരമായി അല്ലെങ്കിൽ ഭയങ്കര പുരോഗമനമൊന്നും പറയാൻ പറ്റില്ല, ആളുകൾക്ക് കൂടുതൽ ഫ്രീഡം കിട്ടുന്ന, ഫ്രീഡം എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികളെ BJPക്കാർ തടയുന്നു എന്നൊരു ചീത്തപ്പേര് BJPക്ക് പൊതുവേ ഉണ്ട്, ഇപ്പോൾ RSS ആയിരിക്കൊക്കെ. അപ്പോൾ എന്താ ഞാൻ പറയുന്നതല്ല കേട്ടോ, ഇനി എൻ്റെ മണ്ടയ്ക്ക് കയറിയത് അങ്ങനെയല്ല. അപ്പോൾ പലരും വ്ളോഗേഴ്സ് വീഡിയോ ചെയ്യുമ്പോൾ BJPക്കാർ ഇങ്ങനെ വളരെ മോശമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു, കിസ് ഓഫ് കേരളക്കെതിരെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഒരു സാധനമാണ് പൊതുവെ ഒരു നെറേറ്റീവ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ BJPക്കാർ ഹനാൻ ഷാൻ്റെ പേര്, ഹനാൻ ഷാ എന്നുള്ള പേര് കണ്ടതുകൊണ്ട് ഇപ്പോൾ വേടനെതിരെ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു സാധനമൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹനാൻ ഷാൻ മുസ്ലിം ആയതുകൊണ്ട് ആ പ്രോഗ്രാമിനെ തടയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത് BJPയുടെ മണ്ടക്കിട്ടുണ്ട്. ഞാനൊരു പാർട്ടീനെ സപ്പോർട്ട് എതിരഭിപ്രായം പറയല്ല കേട്ടോ, ഇങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ അറിയില്ല എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ BJPക്കാർ കൊടിയും കൊണ്ട് അവിടെ കുറച്ച് പേര് വന്നപ്പോൾ എന്തോ CJP പറഞ്ഞിട്ടൊരു സംഗതി, BJPയുടെ ഭാഗമായിട്ടുള്ള എന്തോ CJP എന്നൊരു സംഗതി, അവർ ഇന്ത്യയിൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ, കേരളത്തിൽ ഇപ്പോഴാണ് അവർ വരുന്നത് ഇടപെടുന്ന ഒരു കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടേ. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അവിടെ വേറൊരു ബാനർ നോക്കിയിട്ട് കുറച്ച് ചേച്ചിമാർ, അമ്മമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സംഗതി എന്താണെന്ന് വെച്ചാൽ, സരോവർ ആ സ്ഥലമുണ്ടല്ലോ, അത് സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ്. നമ്മുടെ ഇക്കോസിസ്റ്റം ഒക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ പ്രകൃതി സ്നേഹികൾ ഉണ്ടല്ലോ, ഇപ്പോൾ പ്രകൃതിയുടെ ഒരു ഇക്വിലിബ്രിയം നിലനിർത്തണമെങ്കിൽ പല സ്ഥലങ്ങളും നമ്മൾ വേണ്ട രീതിയിൽ കൺസേർവ് ചെയ്യപ്പെടണം. അടുത്ത തലമുറയ്ക്കും വേണമല്ലോ ഇത്, അല്ലെങ്കിൽ നമുക്ക് മൊത്തം നശിപ്പിക്കാനുള്ള സംഭവമല്ലല്ലോ. പലപ്പോഴും എന്താ വെച്ചാൽ, അവിടെ കാശിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ബിൽഡിങ്ങുകൾ കെട്ടിപ്പടുക്കും, ചതുപ്പ് നികത്തുകയും വനനശീകരണം നടത്തുകയും അവിടെയുള്ള ജീവജാലങ്ങൾ മൊത്തം നശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ ആ സരോവരം, ആ ഒരു സ്ഥലത്തെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇവർ ഇതേപോലെ കോടതി വിധിക്കെതിരെ എന്താ പറയുക, അവിടെയുള്ള ആളുകളൊക്കെ ഒത്തുകൂടിയിട്ട് ഇങ്ങനെ പ്രതിഷേധം നടത്തുകയാണ്. അപ്പോൾ സീക്രട്ട് ഏജൻറ്റൊക്കെ പറയുന്നത് ഇത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് അവരുടെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ സീക്രട്ട് ഏജൻറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ അപ്പോൾ ട്രേഡ് സെൻറ്ററിൽ അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് നിയമപരമായിട്ട് ഒരു കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഉണ്ടല്ലോ, ഡയറക്റ്റ് അവർക്കൊരു കത്ത് കൊടുക്കുകയാണ് വേണ്ടത്, എന്നിട്ട് കൈപ്പറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതി അവർക്ക് കിട്ടുകയാണ് വേണ്ടത്, അല്ലാണ്ട് ഡയറക്റ്റ് സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രേഡ് സെൻറ്ററിൻ്റെ മൂപ്പര് ഡയറക്ടറോ അങ്ങനെ മൂപ്പരായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ പോലുള്ള ചെറിയൊരു ഭാഗം ആ കമ്മിറ്റിക്കാർ 2 പയ്യന്മാരെന്ത് നടത്തുന്ന ഒരു സാധനം വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഹനാൻഷാൻ്റെ ആ പ്രോഗ്രാം മുടങ്ങി പോകുന്നതിനെ കുറിച്ചൊക്കെ, അതായത് ആ സ്ഥലത്തെക്കുറിച്ച്, ട്രേഡ് സെൻറ്റർ എന്നുള്ളത് ആ ഒരു സ്ഥലം, അവിടുത്തെ സ്ഥലത്തെ നശിപ്പിച്ചുകൊണ്ട്, അവിടുത്തെ എക്കോസിസ്റ്റത്തെ നശിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സംഗതിയാണ്. അവിടെയാണ് മ്യൂസിക് നൈറ്റ് നടത്തുന്നത്. അതിന് മ്യൂസിക് നൈറ്റിനെതിരെ ഇങ്ങനെയുള്ള ഫ്രീഡം എക്സ്പ്ലോർ ചെയ്യുന്ന ഇതിനെതിരെ BJPക്കാർ കൂടി അവിടെ പോയിട്ട് കയറി ചെന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ BJPക്കാരെന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്ത ആളുകൾക്കെതിരെ ഇങ്ങനെ അവരിങ്ങനെ എനിക്ക് BJP അതേക്കുറിച്ച് അറിയാത്തതുകൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സീക്രട്ട് ഏജൻറ്റ് വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് നമ്മളെന്താ വെച്ചാൽ പലപ്പോഴും എന്താ വെച്ചാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സന്തോഷം, ഒരു പ്ലഷർ, നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള ഒരു സാധനം. ന്യൂ ഇയർ അല്ലേ, അടിച്ചു പൊളിക്കുക, തകർക്കുക. ഹനാൻഷാന് പൊതുവെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രീതിയിൽ ഫാൻ ബേസ് ഉള്ള ഒരാളാണ്. നമുക്കറിയാം റാപ്പർ വേടൻ ഹനാൻഷാ. ഓക്കെ, ഹനാൻഷാൻ്റെ വ്ളോഗുകളൊക്കെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും ഒരുപാട് പേരെ കാണുന്നുണ്ട്, ഒരുപാട് വ്യൂസ് ഉള്ള ഒരു വ്ളോഗുകളാണ് ഹനാൻഷാൻ്റെ. അപ്പോൾ ഹനാൻഷാനെ ഒരുപാട് ഇഷ്ടമാണ്, ഹനാൻഷാൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടമാണ്, ഹനാൻഷാൻ്റെ പാട്ട് അടിപൊളിയാണ്, പാട്ടൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ന്യൂ ഇയർ പരിപാടി ബന്ധപ്പെട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ അവിടെ എത്തിച്ചേർന്ന ആളുകളുടെ അവസ്ഥ എന്താ വെച്ചാൽ, ഇപ്പോൾ പാർട്ടിക്കാരൊക്കെ പലരും പറയുന്നത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ പല ആളുകളും പറയുന്നത്, ഇപ്പോൾ BJPക്കാരുടെ പറയുന്നത് ഇങ്ങനെയാണെന്നാണ് ചിലവർ പറയുന്നത്. അതായത് കള്ളും കഞ്ചാവ് അടിച്ച് കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും, അവിടെ പലതരത്തിലുള്ള മോശം പരിപാടികൾ അവിടെ സംഭവിക്കുന്നൊക്കെ നമുക്ക് ഈസ് ഓഫ് കേരളയുടെ കാര്യമൊക്കെ അറിയുന്നതല്ലേ. ഇത് എൻ്റെ വേർഷൻ അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. പലരും കമൻറ്റ് സെക്ഷനിലും വീഡിയോസിലൂടെ ഒക്കെ പറഞ്ഞ ഒരു കാര്യമാണ് ഞങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അടിച്ചു പൊളിക്കണ്ട, അർമാദിക്കണ്ട ആളുകൾ, കേരളത്തിൻ്റെതായ ഒരു കൾച്ചറുണ്ട്, ഒരു മലയാളി കൾച്ചറും വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു കൾച്ചറുണ്ട് എന്നുള്ള രീതിയിലാണ് അതിനെ പ്രിസർവ് ചെയ്യണം, അതിനെ പൊളിക്കാൻ ഒരാൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് BJPക്കാർ അവിടെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യമുണ്ട് ഗൈസ്, നമ്മുടെ എക്കോസിസ്റ്റത്തെ തീർച്ചയായിട്ടും നമ്മൾ പെടേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ ഹനാൻഷാൻ്റെ പ്രോഗ്രാമിന് തടയാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതി സ്നേഹികൾ എന്ന പേരിൽ കുറച്ച് ആളുകൾ വന്നു എന്ന് പറയുന്നതിനോട് എനിക്കും താല്പര്യമില്ല ഗൈസ്. അങ്ങനെയല്ല, നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മളിങ്ങനെ പറയും. അപ്പോൾ അവർ ഇത് കുറച്ച് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധമാണെങ്കിൽ ആ പ്രതിഷേധത്തിൽ എന്തെങ്കിലും കാമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു സംഗതി തന്നെയാണ് കേസ്. നമുക്ക് ഹനാൻഷാൻ്റെ പാട്ട് ഇഷ്ടമാണെന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ഇല്ലീഗലായിട്ട് ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞവർ അവിടുത്തെ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ, അവിടെ വെച്ച് നടക്കുന്ന സ്ഥലത്ത് ഹനാൻഷാൻ്റെ ഒരു പ്രോഗ്രാം നടക്കണമെങ്കിൽ തീർച്ചയായും വിവാദപരമായിരിക്കും. അപ്പോൾ നമ്മൾ ഹനാൻഷാന് ഇഷ്ടമുണ്ട് എന്നുള്ളതുകൊണ്ട് ആ പ്രകൃതി സ്നേഹികളെ പുച്ഛിക്കുന്നതുകൊണ്ടും പരിഹസിക്കുന്നതുകൊണ്ടും അവരെ തെറി വിളിക്കുന്നതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല കേസാ. അതെന്ത് പരിപാടിയാണ്? ഹനാൻഷാൻ്റെ പാട്ട് അവിടെയുള്ള ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്ക് അപ്പുറത്തേക്കുള്ളൊരു സാധനമാണ്. നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റ് കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ ഹനാൻഷാൻ്റെ പ്രോഗ്രാം എന്ന് മാത്രമല്ല എവിടെ വെച്ച് നടത്തപ്പെടണമെന്നൊരു സംഗതി കൂടിയുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ എക്കോസിസ്റ്റത്തിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കുക. ഇപ്പോൾ തന്നെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ലോകത്ത് മൊത്തമുള്ള കാര്യങ്ങൾ എടുത്തുമ്പോൾ കേരളത്തിൻ്റെ കാര്യമൊക്കെ വലിയ മാറ്റങ്ങളാണ് കുറച്ച് വർഷങ്ങളായിട്ട് വളരെ കുറച്ച് കാലത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രളയമായിക്കോട്ടെ, അല്ലെങ്കിൽ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ, ചൂടിൽ വരുന്ന വ്യത്യാസങ്ങൾ, തോന്നുമ്പോൾ തണുപ്പ്, തോന്നുമ്പോൾ ചൂട്, തോന്നിയ രീതിയിൽ സംഗതി, കുട്ടികൾക്കുണ്ടാകുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്കും വയസ്സായ ആളുകൾക്കൊക്കെ കൂടുതൽ ഇവർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, കുറേ അപ്പോൾ കൊറോണയ്ക്ക് ശേഷം നമുക്ക് അറിയാവുന്ന ആൾക്കാരെ എപ്പോൾ തട്ടിപ്പോകുന്ന തന്നെ അറിയില്ല. അതേപോലെ നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ എല്ലാം കൂടി വരുമ്പോൾ വലിയൊരു വിഷയമാണ് കേസ്. അതിൽ പല ജന്തുജാലങ്ങളും നമുക്ക് കാണാനില്ലെന്ന്. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, പാടത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് മുമ്പൊക്കെ കണ്ടിരുന്ന പുൽച്ചാടികളെ പലതിനെയും കാണാൻ, തവളക്കുട്ടികളെ കാണാനില്ല. തീരില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ പലതിനെയും കാണാനില്ല. വലിയ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് എത്ര പ്രാണികൾ, എത്ര ജീവികൾ, അതേപോലെ തന്നെ എത്ര സസ്യങ്ങൾ, ഇതൊക്കെ ഇല്ലാണ്ടേ. അപ്പോൾ ഒരു ആലോചിച്ച് നോക്കി, കോഴിക്കോട് പോലുള്ളൊരു സ്ഥലത്ത് അങ്ങനെ പ്രകൃതി സ്നേഹികൾ അങ്ങനെ ഒരു പ്രതിഷേധം അവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ കൺസേൺസ് എന്തൊക്കെയാണെന്ന് കേൾക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം എന്തുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളൊരു സംഗതിയാണ്.
അതിൻ്റെ ഇടയിൽ ഈ വേറെ കുറേ ഉടായ്പകളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും, പൊളിറ്റിക്കലായ ഇടപെടലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നേരത്തെ BJPക്കാർ ഇടപെട്ടത് ഉടായ്പാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, അതൊന്നല്ല. ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ എന്തെങ്കിലും പൊളിറ്റിക്കലായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ ഈ ഒരു കാലഘട്ടം ഈ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് പ്രകൃതിക്കെതിരെയുള്ള അട്രോസിറ്റീസാണ് കേസ്. അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് 17 വയസ്സുള്ള മറ്റേ കൊച്ചിൻ്റെ പേരെന്താ, 14-ാമത്തെ വയസ്സിൽ എന്തോ ഗ്രെഗ്, പേര് മറന്നു കേസ്, ഗ്രെഗ് അങ്ങനെ എന്തോ മൂപ്പത്തിയേര് പ്രതിഷേധമായിട്ട് ഒറ്റയാൾ പോരാട്ടമായിട്ടൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേരളത്തിൽ നമ്മുടെ ഒരു ജൈവ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് ഇറങ്ങേണ്ട ഒരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ഹനാൻചാൻ്റെ പ്രോഗ്രാമിനെ നമ്മൾ തടയണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ, അതല്ല. അപ്പോൾ അതുകൊണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ പ്രതിഷേധങ്ങൾ നടത്തുന്ന, കൺസേൺസ് ഉയർത്തുന്ന ആളുകളെ പുച്ഛിക്കുകയും പരിഹാസിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയോട് എനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു സംഗതിയാണ് ഗൈസ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് ആ പ്രോഗ്രാമിന് ഇങ്ങനെ ഒരു ഇത് വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാൻസൽ ചെയ്യണം എന്നുള്ളൊരു പരിപാടി വന്നിട്ട് സ്റ്റോപ്പ് മെമ്മോ വന്നിട്ട് കൂടി പിന്നെ ആ പ്രോഗ്രാം എങ്ങനെയാണ് നടത്താനുള്ള ഒരവസ്ഥ അവിടെ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ ഹനാൻഷാൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന്. ഒരുപക്ഷെ അവർ ടാക്സ് അടച്ചിട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ അല്ലേ ടാക്സ്. ഞാൻ ആലോചിച്ചിങ്ങനെയാണ്, ടാക്സ് അടച്ചില്ല പറയാം, അപ്പോൾ പിന്നെ ടാക്സ് അടച്ച പോരെയെന്ന്. അതേപോലെ ലൈസൻസ് എടുത്തില്ല പറയാം, അപ്പോൾ ഇനി ലൈസൻസ് എടുക്കാൻ പറ്റൂലേ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ ലൈസൻസ് എടുക്കാണ്ട് ഈ ടാക്സ് അടയ്ക്കാണ്ടൊക്കെയാണ് ഇവർ ടിക്കറ്റൊക്കെ സെയിൽ തുടങ്ങുന്നത്. എനിക്കതാണ് മനസ്സിലാവാത്തത്. നിങ്ങളിത് വേറൊരു കാര്യം വെച്ചാൽ, ഇങ്ങനെ ഈവൻറ്റുകൾ കണ്ടക്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് റിക്വസ്റ്റ് ഉള്ളൂ, അങ്ങനെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ആളുകളിലേക്ക് ഇത് എത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആളുകളെ പൊട്ടന്മാരാക്കരുത്. ഈ അവസാന സമയത്ത് മുൾമുനയിൽ നിർത്തരുത്. ഇപ്പോൾ ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞാൽ കൊല്ലത്തിൽ ഒരു ദിവസമേ ഉള്ളൂ ഈ പരിപാടി. അപ്പോൾ അതിൻ്റെ ഒരു വൈബിൽ നിൽക്കുന്ന ആളുകളെ ഈ അവസാന സമയത്ത് നിങ്ങൾ കോഴികളാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു മുൾമുനയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആളുകളെ ഇളകും. അത് ഹനാൻഷാനെയും ബാധിക്കും. അതായത് ഇങ്ങനെ പ്രോഗ്രാമിന് ഹനാൻഷാ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹനാൻഷാ അത് ശ്രദ്ധിക്കേണ്ടല്ല, മറ്റേ ഹനാൻഷാനെ ആളുകൾ തെറി വിളിക്കുക. ഓക്കെ, നിങ്ങളെ കമ്മിറ്റിക്കാരെ മാത്രമല്ല. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിൻ്റെ നിയമപരമായ വശങ്ങളൊക്കെ കറക്റ്റാക്കിയതിന് ശേഷം മാത്രം ആളുകളെ ഇങ്ങനെ ഒരു എന്താ പറയുക, സെലിബ്രിറ്റികളെ, സിംഗേഴ്സിനെ, അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ കൊമേഡിയൻസിന് എന്ത് ഈവൻ്റ് നിങ്ങൾ നടത്തണമെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക, സംഭവം ഉറപ്പിക്കുക. അല്ലാണ്ട് അവസാന സമയത്ത് ക്യാൻസൽ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആളുകളെ ഇളക്കുക, അത് വലിയ വിഷയമാവും. ചില ആൾക്കാർ വരും, ചില ആൾക്കാർ വരില്ല. ടിക്കറ്റ് സെയിൽ ഒക്കെ കഴിഞ്ഞാണ് അതിന് വേണ്ടിയിട്ട് കുറേ പരിപാടികൾ ഒഴിവാക്കിയിട്ടായിരിക്കും അവരന്ന് വരുന്നുണ്ടായിരിക്കും ആൾക്കാർ, നാട്ടുകാർ. അവർ ഇളകും. സോഷ്യൽ മീഡിയ ഇതാവും ചർച്ച. അതുമല്ല നിങ്ങളുടെ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടാകുമെന്ന് വെച്ചാൽ, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട പല വിഷയങ്ങളും ഇതിലാണ് മുങ്ങിപ്പോവും. അങ്ങനൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളൊരു വിനീതമായ റിക്വസ്റ്റാണ് എനിക്ക് നിങ്ങളിത് പറയാനുള്ള കേസ്. എന്തായാലും ഹനാൻഷാൻ്റെ ആ പ്രോഗ്രാം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഹനാൻഷാ എയറിലായിട്ടുണ്ടാവും, അതിൽ ഒരു സംശയമില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാര്യമാണ്. പിന്നെ അതിൽ പൊളിറ്റിക്കലായ രീതിയിൽ അങ്ങനെയോ ഇങ്ങനെയോ വർത്താനാവും. ഹനാൻഷാൻ്റെ പ്രോഗ്രാമുകൾ ചിലപ്പോൾ ഇതിങ്ങനെ ബഹിഷ്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നത് എന്നാണ് ഗൈസ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.